നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ജീവനോടെയുണ്ടോ? അദ്ദേഹത്തിന്റെ ജീവന്റെ കാര്യത്തിൽ ആശങ്കയുണ്ടെന്ന് കുടുംബവും ആരാധകരും പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടി അണികളും ഒരുപോലെ പറയുന്നു. 2023 മുതൽ ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാന് കഴിഞ്ഞ കുറച്ചു നാളുകളായി കുടുംബത്തെയോ അഭിഭാഷകരെയോ കാണാൻ അനുവാദമില്ല. ജയിലിൽ അദ്ദേഹത്തിന്റെ സന്ദർശകർക്ക് അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അധികൃതർ. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ഇപ്പോൾ സഹോദരി ഡോക്ടർ ഉസ്മാ ഖാൻ പറയുന്നത്. റാവൽപിണ്ടിയിലെ അദിയാല ജയിലിലെത്തി സഹോദരനെ കണ്ട ശേഷമാണ് ഉസ്മാൻ ഖാൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇമ്രാൻഖാൻ പക്ഷേ മാനസികമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് ഉസ്മാൻ ഖാൻ പറഞ്ഞു. എന്താണ് ഇമ്രാന് സംഭവിച്ചത്? എങ്ങനെയാണ് അദ്ദേഹം ജയിലിലായത്? പാക് രാഷ്ട്രീയത്തിൽ ഇമ്രാന്റെ രാഷ്ട്രീയ പ്രസക്തി മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം ക്രിക്കറ്റ് മൈതാനത്തു നിന്ന് പാക് രാഷ്ട്രീയത്തിന്റെ നെറുകയിലേക്ക് വളർന്നു വന്ന ചരിത്രം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. 1992 പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ ലോകകപ്പ് വിജയത്തിലേക്ക് എത്തിച്ചതോടെയാണ് ഇമ്രാൻഖാൻ ദേശീയ ഹീറോ ആയി മാറുന്നത്. ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ശേഷം ഇമ്രാൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു. രാജ്യത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പാക് സമൂഹത്തിന് അദ്ദേഹം നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകളിൽ ഒന്ന് ക്യാൻസർ ബാധിച്ചു മരിച്ച തന്റെ അമ്മയുടെ പേരിലുള്ള ക്യാൻസർ ആശുപത്രിയായിരുന്നു. ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ രാജ്യത്ത് ഇമ്രാൻഖാന്റെ പ്രതിച്ഛായ ഉയർത്തി. 1996 പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് എന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് ഇമ്രാൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു. രാജ്യത്ത് അഴിമതി ഇല്ലാതാക്കുക, സുതാര്യത കൊണ്ടുവരിക എന്നിവയെല്ലാമായിരുന്നു പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ. ആദ്യഘട്ടത്തിൽ വളരെ വലിയ ശ്രദ്ധയൊന്നും ലഭിക്കാതിരുന്ന പാർട്ടിയുടെ വളർച്ച സാവധാനത്തിൽ തന്നെയായിരുന്നു. ഇതിനിടെ നവാസ് ഷെരീഫ് അദ്ദേഹത്തെ തന്റെ പാർട്ടിയിൽ ചേരാൻ ക്ഷണിച്ചു. പാർട്ടിയിലെ രണ്ടാമൻ എന്ന സ്ഥാനവും 30 നാഷണൽ അസംബ്ലി സീറ്റുകളും വാഗ്ദാനം ചെയ്തു. എന്നാൽ ഇമ്രാൻ അതെല്ലാം നിരസിച്ചു. 1997 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നാഷണൽ അസംബ്ലിയിലേക്ക് PTI സ്ഥാനാർത്ഥിയായി 2 മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിച്ചു. പക്ഷേ രണ്ടും പാകിസ്ഥാൻ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളോട് പരാജയപ്പെട്ടു. 1999 പട്ടാള അട്ടിമറിയിൽ അദ്ദേഹം മുഷറഫിനെയാണ് പിന്തുണച്ചത്. മുഷറഫ് അഴിമതി അവസാനിപ്പിക്കുകയും രാഷ്ട്രീയമായി മാഫിയകളെ തുടച്ചു നീക്കുമെന്നും ഇമ്രാൻ വിശ്വസിച്ചു. 2002 പാകിസ്ഥാൻ ഹിതപരിശോധനയിൽ മുഷറഫിനെ പിന്തുണച്ച പാർട്ടികളിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയും ഉണ്ടായിരുന്നു. ഇമ്രാന്റെ സ്ഥിരോത്സാഹവും പരിഷ്കരണവാദവും പാകിസ്ഥാനിലെ യുവാക്കളിലും മധ്യവർഗത്തിലും മെല്ലെ സ്വാധീനം ചെലുത്താൻ തുടങ്ങി. പതിറ്റാണ്ടുകളായ രാജ്യത്ത് ആധിപത്യം പുലർത്തിയിരുന്ന രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ പാകിസ്ഥാൻ നിർമ്മിക്കുമെന്ന് ഇമ്രാൻഖാൻ വാഗ്ദാനം ചെയ്തു. ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുമെന്നും വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും മെച്ചപ്പെടുത്തുമെന്നും അഴിമതി തടയുമെന്നും ഇമ്രാൻഖാൻ വാഗ്ദാനം ചെയ്തു. 2002 പാകിസ്ഥാൻ പൊതു തെരഞ്ഞെടുപ്പിൽ ഇമ്രാൻ മത്സരിച്ചു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ PTIയിൽ നിന്ന് വിജയിച്ച ഏക വ്യക്തി അദ്ദേഹം മാത്രമായിരുന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജനറൽ പർവേസ് മുഷറഫിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ച് 2007 നാഷണൽ അസംബ്ലിയിൽ നിന്ന് രാജിവെച്ച MP-മാരിൽ ഇമ്രാനും ഉണ്ടായിരുന്നു. മുഷറഫ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഖാൻ കുറച്ചുകാലം ജയിലിൽ അടയ്ക്കപ്പെട്ടു. 2008 മുഷറഫിന്റെ ഭരണത്തിൽ പ്രതിഷേധിച്ച് PTI ദേശീയ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു. പിന്നാലെ ചെറുപ്പക്കാരെ ആകർഷിക്കുന്നതിൽ ഇമ്രാൻ വിജയിച്ചു. 2008 നടന്ന അംഗത്വ ക്യാമ്പയിനിലൂടെ 1.5 ലക്ഷത്തോളം ആളുകളാണ് പാർട്ടിയിൽ ചേർന്നത്. 2013 പൊതു തെരഞ്ഞെടുപ്പോടെ PTI പാക് രാഷ്ട്രീയത്തിൽ കളം പിടിച്ചു. ആ തെരഞ്ഞെടുപ്പിലാണ് പാർട്ടി ഒരു പ്രധാന രാഷ്ട്രീയ ശക്തിയായി ഉയർന്നു വന്നത്. നവാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് PMLN പിന്നിൽ 35 സീറ്റ് നേടി രണ്ടാമത്തെ വലിയ പാർട്ടിയായി. ഒരു പതിറ്റാണ്ടിന് ശേഷമായിരുന്നു ഇമ്രാന്റെ പാർട്ടി ഒരു പാർലമെന്റ് സീറ്റിൽ വിജയിക്കുന്നത്. മാത്രമല്ല ഖൈബർ പക്തൂൺഖ്വ പ്രവിശ്യയിൽ അവർ പ്രവിശ്യ സർക്കാരും രൂപീകരിച്ചു. ഈ വിജയത്തിൽ യുവാക്കളുടെ പിന്തുണ വളരെ വലുതായിരുന്നു. മാറ്റത്തിന്റെ സന്ദേശവും അഴിമതിക്കെതിരായ പോരാട്ടവും ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമാണ് സൃഷ്ടിച്ചത്. പ്രതിപക്ഷത്ത് ഇരുന്ന് അഴിമതിയെയും സാമ്പത്തിക അസമത്വത്തെയും കുറിച്ചുള്ള വിമർശനം ഇമ്രാൻ തുടർന്നു. 2018 പാകിസ്ഥാൻ പൊതു തെരഞ്ഞെടുപ്പാണ് ഇമ്രാന്റെ രാഷ്ട്രീയ ജീവിതത്തെ വഴിതിരിച്ചുവിട്ടത്. ആ തെരഞ്ഞെടുപ്പിൽ ഇമ്രാന്റെ പാർട്ടി 149 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. സൈന്യത്തിന്റെ അകമഴിഞ്ഞ പിന്തുണയോടെയാണ് PTI തെരഞ്ഞെടുപ്പിൽ മുന്നിലെത്തിയതെന്നായിരുന്നു ആരോപണങ്ങൾ. സൈന്യം തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചുവെന്ന് അദ്ദേഹത്തിന്റെ എതിരാളികളിൽ പലരും ആരോപിച്ചു. ഇമ്രാനും സൈന്യവും പക്ഷേ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചു.
പാർലമെന്റിലെ ചെറിയ കക്ഷികളുമായി ഇമ്രാൻഖാൻ സഖ്യമുണ്ടാക്കി. 2018 ഓഗസ്റ്റ് 18 അദ്ദേഹം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായി. PTI പൊതുതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. ഇമ്രാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാകുകയും ചെയ്തതോടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ഏറ്റവും ഉന്നത നിലയിലെത്തി. പതിറ്റാണ്ടുകളായി അഴിമതി ആഴത്തിൽ വേരൂന്നിയ രാഷ്ട്രീയ വ്യവസ്ഥിതിക്കെതിരെ പോരാടിയ നേതാവിന്റെ വിജയമാണ് ഇമ്രാന്റെ വിജയത്തെ കണ്ടത്. പക്ഷേ സംഭവബഹുലമായിരുന്നു ഇമ്രാന്റെ ഭരണകാലം. പ്രധാനമന്ത്രി എന്ന നിലയിൽ വലിയ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. അമേരിക്കയിൽ നിന്നും മാറി റഷ്യയുമായും ചൈനയുമായും കൂടുതൽ അടുക്കുന്ന ഒരു പുതിയ വിദേശ നയമായിരുന്നു ഇമ്രാന്റേത്. ഒപ്പം സാമ്പത്തിക പ്രതിസന്ധികളുടെ കാലഘട്ടവുമായിരുന്നു. പ്രതിസന്ധിയെ തുടർന്ന് സൗഹൃദ രാജ്യങ്ങളിൽ നിന്ന് വിദേശ സഹായം നേടാൻ അദ്ദേഹം നിർബന്ധിതനായി. ചൈന, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവിടങ്ങളിൽ നിന്ന് വായ്പകൾ സ്വീകരിച്ചു. ഇതിനിടെ കോവിഡ് മഹാമാരി രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാക്കി. കുതിച്ചുയർന്ന പണപ്പെരുപ്പവും വിദേശ കടവും അദ്ദേഹത്തിന്റെ പൊതുജന പിന്തുണയിൽ ഇടിവുണ്ടാക്കി. സമ്പദ് വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്നതിലുണ്ടായ പിഴവും സൈന്യവുമായുള്ള ഉരസലും അദ്ദേഹത്തിന് പിന്തുണ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്കെത്തി. 2020 അവസാനത്തോടെ പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ പീപ്പിൾസ് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് എന്ന പേരിൽ ഒരു സഖ്യം രൂപീകരിച്ചു. അദ്ദേഹത്തിനെതിരായ പ്രതിഷേധങ്ങളിലും റാലികളിലും എല്ലാം നടക്കാൻ തുടങ്ങി. ഇമ്രാൻ സൈന്യത്തിന്റെ പാവയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുകയും ഇമ്രാനോട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. 2021 അവസാനത്തോടെ ഇമ്രാൻ സൈന്യവുമായും തെറ്റി. അതോടെ അധികാരത്തിലേറി 3 വർഷത്തിനു ശേഷം ഇമ്രാൻഖാന് അധികാരം വിട്ടൊഴിയേണ്ടി വന്നു. അഴിമതി, സാമ്പത്തിക ദുർഭരണം, നിരുത്തരവാദപരമായ വിദേശ നയം എന്നിവ ചൂണ്ടിക്കാട്ടി 2022 മാർച്ചിൽ ഇമ്രാനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. ഭരണപക്ഷത്തെ പ്രധാന കക്ഷികളും ഇതിനെ പിന്തുണച്ചു. ഇതോടെ സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമായി. ഇമ്രാന്റെ ശുപാർശ പ്രകാരം പ്രസിഡന്റ് ആരിഫ് അൽവി ദേശീയ സഭ പിരിച്ചുവിട്ടു. ഇത് റദ്ദാക്കിയ സുപ്രീം കോടതി ദേശീയ സഭ പുനഃസ്ഥാപിക്കുകയും അവിശ്വാസ വോട്ടെടുപ്പ് നടത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തു. നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ ഏപ്രിൽ 10 രാത്രി ദേശീയ സഭയിൽ ഇമ്രാൻഖാനെതിരായ അവിശ്വാസ വോട്ടെടുപ്പ് നടന്നു. ഭരണപക്ഷ അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. PTI അംഗങ്ങൾ വിട്ടുനിന്നതോടെ പ്രമേയം പാസായി. ഇതോടെ പാകിസ്ഥാൻ ചരിത്രത്തിൽ തന്നെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താകുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയായി ഇമ്രാൻഖാൻ. ഇമ്രാൻഖാൻ മരണമുറിയില്ലെന്നാണ് ഇപ്പോൾ മകനും പറയുന്നത്. ജീവൻ അപകടത്തിലെന്ന് അനുയായികളും പറയുന്നു. എന്തായാലും ഇമ്രാനെ പലരും ഭയക്കുന്നുണ്ട്. പ്രധാനമന്ത്രി പദവിയിൽ നിന്ന് പാർലമെന്റ് പുറത്താക്കിയതിന് പിന്നാലെ ഇമ്രാന്റെ പേരിൽ ഭീകരപ്രവർത്തനം, കൊലപാതകം, മതനിന്ദ, കലാപാഹ്വാനം തുടങ്ങി 140-ലേറെ കേസുകളാണ് ചുമത്തിയത്. ഇമ്രാനെ അറസ്റ്റ് ചെയ്യാൻ അധികൃതർ പലവട്ടം ശ്രമിച്ചു. ഇമ്രാൻ ഔദ്യോഗിക സമ്മാനങ്ങളും അവയുടെ വിൽപ്പന വരുമാനവും വെളിപ്പെടുത്തിയില്ലെന്നും നികുതി വരുമാനം വെളിപ്പെടുത്തിയില്ലെന്നും ആരോപിച്ച് ഷഹബാസ് ഷെരീഫ് സർക്കാർ 2022 ഓഗസ്റ്റിൽ തോഷാഖാന കേസ് ഫയൽ ചെയ്തു. ലാഹോറിലെ വീട്ടിൽ നിന്ന് ഇമ്രാനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമം നടത്തി. പക്ഷേ പാർട്ടി അണികളുടെ ചെറുത്തുനിൽപ്പിനെ തുടർന്ന് അത് നടന്നില്ല. 2023 മെയ്യിൽ ഇമ്രാനെ പാക് റേഞ്ചേഴ്സ് ഇസ്ലാമാബാദ് ഹൈക്കോടതിയിൽ നിന്ന് നാടകീയമായി അറസ്റ്റ് ചെയ്തു. ഇതേ തുടർന്ന് രാജ്യമെങ്ങും പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. കേസിൽ 3 വർഷത്തെ തടവിന് കോടതി വിധിച്ചു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും 5 വർഷം വിലക്കി. പിന്നാലെ 2024 ദേശീയ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇമ്രാൻ സമർപ്പിച്ച പത്രിക തള്ളുകയും ചെയ്തു. 2024 ജനുവരിയിൽ സൈഫർ കേസിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും മുൻ വിദേശകാര്യമന്ത്രി ഷാ മഹമ്മൂദ് ഖുറേഷിക്കും 10 വർഷം ജയിൽ ശിക്ഷ വിധിച്ചു. അഴിമതി കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതിനിടെ ആദിയാല ജയിലിൽ വെച്ചാണ് കേസിന്റെ വിചാരണ ആരംഭിച്ചതും ശിക്ഷ വിധിച്ചതും. പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് 2022 മാർച്ചിൽ US എംബസി അയച്ച രഹസ്യ നയതന്ത്ര കേബിൾ വെളിപ്പെടുത്തി ഔദ്യോഗിക രഹസ്യ നിയമം ലംഘിച്ച കുറ്റത്തിനായിരുന്നു ശിക്ഷ. പിറ്റേ വർഷം ജനുവരിയിൽ അൽഖാദിർ ട്രസ്റ്റ് അഴിമതി കേസിൽ ഇമ്രാൻഖാനും ഭാര്യ ബുഷ്ര ബീവിക്കും തടവ് ശിക്ഷ വിധിച്ചു. ഇമ്രാൻഖാന് 14 വർഷവും ബുഷ്ര ബീവിക്ക് 7 വർഷവുമാണ് തടവ്. 2023 മുതൽ ജയിലിലാണെങ്കിലും പാകിസ്ഥാൻ രാഷ്ട്രീയത്തിലെ ശക്തമായ പ്രതിപക്ഷ ശബ്ദം തന്നെയാണ് ഇപ്പോഴും ഇമ്രാൻഖാൻ. സൈന്യത്തിനും സർക്കാരിനും തലവേദനയാണ് അദ്ദേഹം. അഭിഭാഷകർ, പാർട്ടി അണികൾ, സോഷ്യൽ മീഡിയ ടീം എന്നിവയിലൂടെ അദ്ദേഹം തന്റെ വാക്കുകൾ പാകിസ്ഥാനിലെ ജനങ്ങളിലേക്ക് എത്തിച്ചു. ഭരണത്തിലെ അഴിമതിയെക്കുറിച്ച് വാചാലനായി. അതോടെ വിറളി പൂണ്ട ഭരണകൂടവും സൈന്യവും പൊതുജനങ്ങളുടെ ഓർമ്മയിൽ നിന്നും ഇമ്രാനെ മായ്ച്ചു കളയാനാണ് ശ്രമിക്കുന്നത്. രാജ്യത്തെ ടെലിവിഷനിൽ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ അനുവദനീയമല്ല.
അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്നത് പോലും വിലക്കപ്പെട്ടിരിക്കുന്നു. ജൂണിൽ അദ്ദേഹത്തിന്റെ മോചനത്തിനായി പാകിസ്ഥാനിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുവെന്ന് മക്കൾ പറഞ്ഞപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യുമെന്നാണ് ഭീഷണി. ഒടുവിൽ കോടതി ഉത്തരവുകൾ അവഗണിച്ച് ഭരണകൂടം കുടുംബവുമായും അഭിഭാഷകരുമായും ബന്ധപ്പെടുന്നതിൽ നിന്ന് വിച്ഛേദിച്ചു. ഇമ്രാൻ ജീവനോടെ ഉണ്ടോ എന്ന് കുടുംബം ആശങ്കപ്പെടുമ്പോഴും ഉത്തരം ഭരണകൂടത്തിന് മാത്രമേ അറിയൂ. ജീവനോടെ ഉണ്ട് എന്ന് പറയുമ്പോഴും അതിന്റെ തെളിവുകൾ പുറത്തുവിടുന്നില്ല. ഇപ്പോൾ സഹോദരി പോയി കണ്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിന്റെയും വിശദമായ വിവരങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. കൂടുതൽ ചരിത്ര സംഭവങ്ങളുമായി വീണ്ടും വരാം. ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ.